ഹലോ, ഇന്നത്തെ നമ്മളെ റെസിപ്പി ഒരു പുഡിംഗ് ആണ്. അപ്പോൾ ഈ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പുഡിംഗ് ആയിരിക്കും ഇത്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും, പെട്ടെന്നുള്ള പാർട്ടിക്കൊക്കെ റെഡിയാക്കാൻ പറ്റിയൊരു പുഡിംഗ് ആണ്. അപ്പോൾ ഈ ഒരു പുഡിംഗ് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് 2.5 കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ തീ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, തീ ഓൺ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെയാണ് ആദ്യം 2.5 കപ്പ് പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഒരു 2 തവി പാൽ നമുക്ക് മാറ്റിയെടുക്കാം. 2 തവി പാൽ മാറ്റിയെടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കുക. ആ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് ഈ ഒരു പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് തീരെ കട്ടിയൊന്നും ഇല്ലാണ്ടൊന്ന് കലക്കിയെടുക്കാം. ഇനി ഈ മിക്സ് നമുക്ക് ഈ പാലിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കൊക്കോ പൗഡറാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കട്ടിയൊന്നും ഇല്ലാണ്ട് തന്നെ കലക്കിയെടുക്കുക. പിന്നെ ഇത് കുറച്ച് പാലിൽ കലക്കിയെടുത്ത് ഒഴിക്കലാണ്. ഇങ്ങനെ ഫുൾ പാലിലിട്ട് കലക്കിയെടുക്കുന്നതിലും ഈസി ആവുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ അങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതും കൂടി ഞാൻ നല്ലോണം തന്നെ കട്ടിയൊന്നും ഇല്ലാണ്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കൊക്കോ പൗഡറും കൂടിയും കലക്കിയെടുത്തതിന് ശേഷം തീ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ഒരിക്കലും കുറഞ്ഞു പോകാതെ നോക്കണം, കാരണം കൊക്കോ പൗഡറാണ് ഇട്ടിട്ടുള്ളത്. അതിൻ്റെ ഒരു കയ്പ്പ് രസം മുന്നിട്ട് നിൽക്കും പഞ്ചസാര കുറഞ്ഞു പോയാൽ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കലക്കിയെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുറുക്കിയെടുക്കാൻ. അപ്പോൾ ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് മാറ്റി വെക്കാം. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇത് ചെയ്തെടുക്കാൻ പാടില്ല, ലോ ഫ്ലെയിമിൽ തന്നെ സമയമെടുത്ത് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പുഡിംഗ് ട്രേ എടുക്കുക. അതിലേക്ക് ഞാൻ ബിസ്ക്കറ്റാണ് ഫസ്റ്റ് ലെയറായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും ഇതിനെടുക്കാം. ക്രീം ബിസ്ക്കറ്റ് ഒന്നും എടുക്കണ്ട കേട്ടോ, അപ്പോൾ ഓവറായി പോകും അതിൻ്റെ ആ ഒരു മധുരമൊക്കെ. അപ്പോൾ ഈ ടൈഗർ ബിസ്ക്കറ്റ്, മിൽക്ക് ബിക്കീസ്, ആറാറോട്ട് അങ്ങനെയുള്ള ഏതെങ്കിലും ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ലെയറായിട്ട് കംപ്ലീറ്റ് ബിസ്ക്കറ്റ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ബിസ്ക്കറ്റ് സെറ്റ് ചെയ്തതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ചോക്ലേറ്റ് മിക്സ് നമുക്കൊരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മളെ ബിസ്ക്കറ്റ് കംപ്ലീറ്റ് കവറാകുന്ന രീതിയിൽ ഫുള്ളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ബിസ്ക്കറ്റ് നല്ലോണം മുങ്ങി നിൽക്കണം. ഇനി അടുത്ത ലെയറായിട്ട് ഞാൻ വഫേഴ്സ് ബിസ്ക്കറ്റാണ് വെച്ച് കൊടുക്കുന്നത്. ഈ വഫേഴ്സ് ബിസ്ക്കറ്റ് ഓപ്ഷണലാണ്. നിങ്ങളടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ലെയറിൽ വെച്ച ബിസ്ക്കറ്റ് തന്നെ വെച്ച് കൊടുത്താൽ മതി. പക്ഷേ ഇത് വെച്ചാൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ലെയറായിട്ട് വഫേഴ്സ് ബിസ്ക്കറ്റ് എടുത്തിട്ടുള്ളത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ ബിസ്ക്കറ്റ് വെച്ചാൽ മതി. ഇല്ല നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ വഫേഴ്സ് ബിസ്ക്കറ്റ് വാങ്ങി ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതും കംപ്ലീറ്റ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ പോലെ തന്നെ ഈ ഒരു ഇതിൻ്റെ മേലെയും കൂടി നമുക്ക് ആ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതായത് നമ്മൾ കൊക്കോ പൗഡറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നേരത്തെ പോലെ തന്നെ ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് മൊത്തത്തിൽ, അതായത് നമ്മുടെ വഫേഴ്സ് ബിസ്ക്കറ്റ് കംപ്ലീറ്റ് കവറാകുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. മൊത്തത്തിൽ കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അടുത്ത ലെയറായിട്ട് നമ്മൾ ഫസ്റ്റ് വെച്ച ആ ഒരു ബിസ്ക്കറ്റ് തന്നെ വെച്ച് കൊടുക്കുക. ആ ഒരു ബിസ്ക്കറ്റും കൂടിയും കംപ്ലീറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നേരത്തെ പോലെ തന്നെ ഇതിൻ്റെ മേലെ വീണ്ടും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കൊക്കോ പൗഡറിൻ്റെ മിക്സ് ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, നമ്മൾ എപ്പോഴും ഫുള്ള് കവറാകുന്ന രീതിയിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ മാത്രമേ ബിസ്ക്കറ്റ് നല്ലോണം ഒന്ന് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാനിതാ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് പാൽപ്പൊടി ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, പാൽപ്പൊടി ഡസ്റ്റ് ചെയ്ത് കൊടുക്കൽ. നിങ്ങൾക്ക് ഇതിൻ്റെ സ്ഥാനത്ത് കുറച്ച് നട്ട്സ് വെച്ചിട്ട് വേണമെങ്കിൽ, അതായത് നട്ട്സ് ജസ്റ്റ് ബട്ടറിലോ ഗീയിലോ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്ന പോലെ എടുത്തൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇതേപോലെ പാൽപ്പൊടി ഉണ്ടെങ്കിൽ പാൽപ്പൊടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. ഇതിൻ്റെ അവസാനത്തെ ലെയർ നമ്മൾ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കഴിക്കാനും പാൽപ്പൊടി ഇതിൻ്റെ കൂടെ കിട്ടുന്ന നേരം പാൽപ്പൊടി കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിതാ പാൽപ്പൊടി ഡസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതൊന്നിങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പെല്ലാം നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. പാൽപ്പൊടി അല്ല നട്ട്സ് പൊടിച്ചത് എല്ലാം അതൊന്നല്ല, ഫ്രൂട്ട്സ് എന്തെങ്കിലും ഈ ആപ്പിള് പിന്നെ അനാറ് പോലത്തെ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഇട്ട് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അതും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ മേലെ ഞാൻ വീണ്ടും വഫേഴ്സ് ബിസ്ക്കറ്റ് തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഇതെല്ലാം ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ പാൽപ്പൊടി കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ വഫേഴ്സ് ബിസ്ക്കറ്റെല്ലാം മേലെ ഞാൻ വെച്ച് കൊടുക്കുന്നത് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. ഫ്രിഡ്ജിൽ അറ്റ്ലീസ്റ്റ് നമ്മളൊരു 6 മണിക്കൂറെങ്കിലും ഇത് വെക്കണം. എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവും. നല്ല തണുപ്പിച്ച് കഴിക്കാനാണ് ഏതൊരു പുഡിങ്ങും ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഒരു 6 മണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഒരു 6 മണിക്കൂറിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ മേലെയുള്ള വഫേഴ്സ് ബിസ്ക്കറ്റ് നമുക്ക് ഓരോ പ്ലേറ്റിൽ വെച്ച് കൊടുക്കുന്ന സമയത്തും അതിൻ്റെ മേലെ വഫേഴ്സ് ബിസ്ക്കറ്റും കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് ഇതേപോലെ സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡിലെല്ലാം വഫേഴ്സ് ബിസ്ക്കറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ പുഡിങ് നല്ലോണം ഇഷ്ടപ്പെടും. പിന്നെ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതും കുട്ടിയൊക്കെ ഇഷ്ടമാകുന്ന ടൈപ്പിലുള്ള ഒരു പുഡിങ്ങാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടിയും ക്ലിക്ക് ചെയ്യുക. താങ്ക്